ഞാൻ എന്നും ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസിങ് ക്രീം ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സോക്കിൻ ചെയ്യട്ടെ, എന്നിട്ടാണ് നമുക്ക് ക്രിസ്മസ് മേക്കപ്പ് ചെയ്യാനുള്ളത് അല്ലേ. ക്രിസ്മസ് എപ്പോഴും വരുമ്പോൾ റെഡ്, ബ്ലൂ, ഗ്രീൻ, വൈറ്റ് അല്ലേ, ഇത് ഒരുപാട് യൂസ് ചെയ്യും എല്ലാവരും അല്ലേ. അപ്പോൾ ക്രിസ്മസിനെ വരവേക്കാൻ നമ്മൾ സ്ത്രീകളും സുന്ദരികളാവണ്ടയോ, അപ്പോൾ നമുക്കും ക്രിസ്മസ് മേക്കപ്പൊക്കെ ചെയ്ത് സുന്ദരിയാവാം അല്ലയോ. ദൈവം അത് തുടച്ച് മാറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ കൈവശമുള്ള ഫൗണ്ടേഷൻ ഉപയോഗിക്കാം കേട്ടോ. വിരലുകളുടെ പെർഫെക്ഷൻ മറ്റൊരു ബ്രഷിലും കിട്ടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ കൊണ്ട് പറയുകയാണ്. നമ്മളുടെ കയ്യിലെ വോംത്ത് എല്ലാം ഒന്ന് അബ്സോർബ് ചെയ്യാനും അത് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് പറ്റാനും എളുപ്പമാക്കുന്നു. ഒരു 3 തുള്ളിയോളം മതിയാകും. നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചുള്ളത്. ഹെവി ആയിട്ടുള്ളൊരു മേക്കപ്പ് അല്ല കേട്ടോ, ഇത് ആക്ച്വലി ഓവർ 45-നുള്ളൊരു മേക്കപ്പാണ് കേട്ടോ. ഫൗണ്ടേഷൻ ഫുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഐബ്രോ ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കളയുക കേട്ടോ. എക്സ്ട്രാ ഉണ്ടോയെന്നൊന്ന് നോക്കണേ. സംടൈംസ് ഇല്ലേ ചില സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി കൂടുതലിരിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഒന്ന് തുടച്ച് കളയാം ആദ്യം എക്സ്ട്രാ ഉണ്ടെങ്കിൽ കേട്ടോ. പണ്ടുള്ള ആൾക്കാർ, അതായത് എൻ്റെ അമ്മ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് പുട്ടിയിടുന്നെന്ന് കേട്ടോ. അന്നല്ല, ഈ സിനിമയിലൊക്കെ ഉള്ളവരാണല്ലോ കൂടുതൽ മേക്കപ്പും ഫൗണ്ടേഷനും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അമ്മയെല്ലാം പറയും പുട്ടിയിടുന്നു എന്ന് പറയും, അല്ലെങ്കിൽ കേക്ക് ഇട്ടുമെന്നൊക്കെ പറയും. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്തു കേട്ടോ, പുട്ടിയും കേക്കും ഒക്കെ ഇട്ടു. എന്നാൽ എല്ലാവർക്കും ഐ ഷാഡോസ് ഇടുന്നത് ഇഷ്ടമല്ല അല്ലേ. അപ്പോൾ ഐ ഷാഡോസ് നമുക്ക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടണ്ട, അത് അപ് ടു യു ആണ്. പക്ഷേ ഞാൻ ഇടുന്ന ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് എല്ലാ പ്രായക്കാർക്കും ഇടാം കേട്ടോ. ഓരോ ഭാഗത്തോട്ടും ഒന്ന് ചലിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലിംസ് കിട്ടും കേട്ടോ, ഒരു ചെറിയ ഷിമർ കിട്ടും, ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇടുന്നത്. അങ്ങനെ ഞാനങ്ങ് ഡ്രമാറ്റിക് ആയിട്ടുള്ളതൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇറ്റ് ലുക്സ് എലിഗൻറ്റ്. അത് ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു ചെറിയ ബ്രഷ് ഇതിന് ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഗോൾഡൻ ഷിമറി വൺ ക്രിസ്മസ് മേക്കപ്പ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യും. ഇതുപോലത്തെ ഒരു ചെറിയ മിറർ ഉണ്ടെങ്കിൽ ഈസിയറാണ് കേട്ടോ. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോർണർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാണാവോ ഈ കോർണർ, ഈസി ഈ കോർണർ ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. കാണാവോ, ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ വരയ്ക്കുക. ഈ ഒരു ബോട്ടം ലാഷിൻ്റെ അവിടെ വന്നതിന് ശേഷം എന്നിട്ട് വീണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ അത് എടുത്ത് ഒരു ഗോൾഡൻ വിങ് ഉണ്ട്, മനസ്സിലായോ, ഒരു ഗോൾഡൻ വിങ് പോലെ കാണാവോ. ഈ വിങ്ങിനെ നമ്മൾ എന്താ ചെയ്യണം, ഹാഫ് വേ ത്രൂ ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി. അപ്പം നമുക്ക് അവിടെ ഒരു ഐ ഉള്ളതുപോലെ തോന്നും, മനസ്സിലായോ, കാണാവോ ഇത് ഇതുപോലെ ഹാഫ് വേയിൽ. അപ്പോൾ ഒരു വിങ്ങായി ആ വിങ്ങിന് മുകളിൽ ഒരു ഹാഫ് വേ നമ്മുടെ ഐലിഡിൻ്റെയും പുരുകത്തിൻ്റെയും താഴെയായിട്ട് ഇങ്ങനെ ഒരു വര. അതുപോലെ തന്നെ രണ്ടും ചെയ്യാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാനാണ് കേട്ടോ. മാർക്ക് ചെയ്യാൻ നമുക്ക് ഒരു ഉദ്ദേശം അറിയാൻ പറ്റും. രണ്ട് സൈഡും കാണാമല്ലോ, ഈവനായിട്ടൊന്നും തോന്നുമല്ലേ. ഇതിൻ്റെ അഹം നമ്മളൊന്ന് ഫില്ല് ചെയ്യണം. ഓക്കെ, ലൈറ്റ്ലി ഒന്ന് കേർവ്ഡായിട്ട് ഫില്ല് ചെയ്യണം. ഇതങ്ങ് ജോയിൻറ്റ് ചെയ്യണം കേട്ടോ.
നമ്മുടെ ഇവിടെയും ഈ വരുന്ന ഭാഗം ഒന്ന് റൗണ്ടായിട്ട് തന്നെ ഈ എഡ്ജിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും. എക്സ്ട്രാ വരുന്ന എപ്പോഴും ഒന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്തായതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ പൗഡർ ബ്രഷ് വെച്ച് നമുക്ക് എക്സ്ട്രാ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നങ്ങ് തുടച്ച് കളയാം കേട്ടോ. അതുപോലെ അങ്ങ് തുടച്ച് കളയാം. ഇത് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നത്. പുറത്തൂടെ ചെയ്ത് വരട്ടെ. ഗോൾഡനായി. എനിക്ക് ഈസിയറായിട്ട് തോന്നുന്ന ഈ ബ്രഷാണ് കേട്ടോ. നമ്മളെ പൗഡർ ബ്രഷാണ്. ഇങ്ങനെ ആക്കുമ്പോൾ എല്ലാം പോകുന്നതായിട്ട് തോന്നുന്നത്. എക്സ്ട്രാ എല്ലാം അങ്ങ് പോകും കേട്ടോ. ജസ്റ്റ് സ്ലൈറ്റ്ലി നമ്മളൊന്നും ബ്രഷ് ചെയ്താൽ മതി. ഈ ലൈൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബ്ലാക്ക് കാജലാണ്. ഇത് ഒരുപാട് പെർഫെക്റ്റ് ഒന്നും ആവണ്ട. ഇത് ഞാൻ സ്മഡ്ജ് ചെയ്യും കേട്ടോ. ഒന്ന് സ്മഡ്ജ് ചെയ്യുക. ബോട്ടം ആൻഡ് ടോപ്പ് ഒന്ന് സ്മഡ്ജ് ചെയ്യുക. ആ സ്പൂളി വെച്ച് തന്നെ ബോട്ടം കൂടെ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ലൈറ്റ്ലി ഇതിൽ ആ ഗോൾഡ് കളർ കാണും കേട്ടോ. അതാണ് അതിൻ്റെ ടെക്നിക്ക്. അവിടെ ഒന്ന് സ്പ്രെഡ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു സ്പൂളി എടുത്തിട്ട് ഇതിൻ്റെ ടിപ്പിലൊന്ന് ആ ഗോൾഡൻ ഐ ഷാഡോ എടുക്കുക കേട്ടോ. എന്നിട്ട് ലൈറ്റ്ലി ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒന്നൊന്ന് പോവുക. അപ്പോൾ ഒരു ചെറിയ സ്മജ്ഡ് എഫക്റ്റ് കിട്ടും വിത്ത് ഗോൾഡൻ ആൻഡ് കാജൽ കളർ. ഈസിയാണ് അല്ലേ? വളരെ ഈസിയാണ്. വലിയ ഡ്രമാറ്റിക് ഒന്നുമല്ല. എല്ലാവർക്കും അത് ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എൻ്റെ ഐബ്രോസ് ആണ് കേട്ടോ. ഐബ്രോസ് എല്ലാവർക്കും ചെയ്യാൻ അറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യൂ കേട്ടോ. ഐബ്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലിനിക്കിൻ്റെ ഒരു മസ്കാരയാണ് കേട്ടോ. ഞാൻ നോർമലി 2 ലെയർ ചെയ്യും. ടോപ്പിൽ മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. ഞാൻ ബോട്ടമിൽ അങ്ങനെ ചെയ്യാറില്ല. കാര്യം എൻ്റെ മുഖം ഒരുപാട് വിയർക്കും. അപ്പോൾ അതെല്ലാ സ്ഥലത്തും ആകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ബോട്ടം ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടം കൂടെ ചെയ്യാം കേട്ടോ. ഇത് ഫസ്റ്റ് കോട്ടാണ്. ഇത് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം സെക്കൻഡ് കോട്ട് ഇടാം കേട്ടോ. മസ്കാര ചെയ്യുമ്പോൾ നിങ്ങളുടെ സമയമെടുത്ത് ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഇത് ഉണങ്ങും. നിങ്ങൾക്ക് രണ്ടാമത്തെ കോട്ടും ഇടാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഈ താഴത്തിൽ ഇടണമെങ്കിൽ താഴത്തിൽ കൂടി ഇടാം കേട്ടോ. തിക്ക് ലാഷസ് ആയല്ലോ. ഈ യൂസ് ചെയ്യുന്നത് ഒരു ബ്ലഷാണ് കേട്ടോ. ബ്ലഷ് ഇടുമ്പോഴാണ് നമുക്കൊരു വേക്കൻ അപ്പ് ഫീലിംഗ് നമ്മുടെ മുഖത്തുണ്ടാകുന്നത്. അതിനു വേണ്ടിയാണ് എല്ലാവരും ബ്ലഷ് ഇടുന്നത് കേട്ടോ. ഞാനിന്ന് എൻ്റെ കൈയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടൊരു കണ്ണിൻ്റെ ആ ഒരു ലെവലിൽ കേട്ടോ. നമ്മുടെ കൈ വെച്ചൊന്ന് പാറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു ബ്രഷാണ് കേട്ടോ. ഇതിനു വേണ്ടി ഞാൻ വെച്ചിരിക്കുന്ന ഒരു ബ്രഷാണ്.
ജസ്റ്റ് ഒന്ന് ഇത്ര മാത്രം മതിയാകും. ഇനി നമുക്ക് നമ്മുടെ ലിപ്സ് ചെയ്താലോ. അപ്പോൾ ലിപ്സിന് ഉപയോഗിക്കാനായിട്ട് ഞാൻ ഓറിഫ്ലെയിമിൻ്റെ ഒരു ലിപ് ലൈനർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലിപ് ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലിനിക്കിൻ്റെ ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ക്രിസ്മസ് അല്ലേ, അതാണ് റെഡ് കേട്ടോ. റെഡ് നല്ല ഡാർക്ക് ആയതുകൊണ്ട് നേരിട്ടിട്ട് കഴിഞ്ഞാൽ ഒരുപാട് റെഡായിട്ട് തോന്നും. ലിപ്പ് ഫില്ല് ചെയ്യാം കേട്ടോ. ഇനി ഈ റെഡ് കളറിനൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇന്നറ് അത് ലിപ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എസ്പെഷ്യലി നല്ല ഡാർക്ക് റെഡ് പിഗ്മെൻറ്റേഷൻ ഉള്ളത് കൊണ്ട് ഈ റെഡിന് നമുക്ക് ഒരു ലൈറ്റ് കളറില്ലാത്തൊരു ലിപ്സ്റ്റിക്ക് വളരെ ലൈറ്റായിട്ട് ഒന്ന് ഇതിൻ്റെ മേളിൽ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ലാസ്റ്റിങ്ങുമാണ്, നല്ല മോയ്സ്റ്റും കിട്ടും. ഈ ക്രിസ്മസ് മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, and also സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ ബൈ ഫോർ നൗ. ഞാൻ പാർട്ടിക്ക് റെഡിയായി കേട്ടോ. നിങ്ങളോ? തീർച്ചയായിട്ടും നല്ല സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് പാർട്ടിക്ക് പങ്കെടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.